ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ ശ്യാമയോട് വീട്ടിലേക്ക് തിരിച്ചു വരണമെന്ന് പറയാൻ വേണ്ടി വന്നാ. എന്നിട്ട് ഇവളെന്ത് പറഞ്ഞു? അത് ചോദിച്ചില്ല. ആ, ഇപ്പൊ കേട്ട് കാണുമല്ലോ. നിന്റെ അച്ഛനും ഞാനും കൂടി ഒരുമിച്ച് ബിസിനസ് നടത്തിയ ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് ഈ യോഗന്നാൻ വെറും കയ്യാളാ. നിന്റെ അച്ഛന്റെ ഏറാമൂളി. അവിടുന്ന് കൊണ്ടും കൊടുത്തും കൊലവിളിച്ചും തന്നെയാടാ ഈ പ്ലാമൂട്ടിൽ കുടുംബത്തിന്റെ അടിത്തറ ഇട്ടത്. ഇട്ടത് മാത്രമല്ല, നല്ലൊരു കുടുംബ പാരമ്പര്യം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു. അതൊരു സുപ്രഭാതത്തിൽ കള്ളും കുടിച്ച് ജയിൽവാസമായിട്ടൊക്കെ നടക്കുന്നവൻ വന്ന് ഇല്ലാതാക്കാൻ നോക്കിയാലേ, പണ്ട് നിന്റെ അച്ഛന് വെച്ചൊരു ഉണ്ട ഇപ്പോഴും ബാക്കിയാക്കി ഒരു നിധി പോലെ ഞാൻ എന്റെ തോക്കും കുടലിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് ഞാനെടുത്ത് നിന്റെ നെഞ്ചാമൂടി നോക്കി വെക്കും. അതിന് നീ ഇടവരുത്തരുത് കേട്ടോ. താൻ ആരാടോ? ഹിന്ദി സിനിമയിലെ അമരീഷ് പുരിയോ? എന്റെ അച്ഛന് വെച്ച ഉണ്ട ബാക്കിയാക്കി താൻ തോക്കിൻകുഴലിൽ നിധി പോലെ സൂക്ഷിക്കുന്നുണ്ടല്ലോ. അങ്ങനെ സൂക്ഷിച്ചു വെക്കാനേ തന്നെ പോലുള്ളമാർക്ക് പറ്റൂ. കാരണം വെടിവെക്കണമെങ്കിലേ ഉന്നം വേണം. ശത്രുവിന്റെ മർമ്മം നോക്കി നിറയൊഴിക്കാനുള്ള കരുത്ത് കൈക്കും മനസ്സിനും വേണം. തനിക്കും തന്റെ മോനും അങ്ങനെ ഒന്നില്ല. അവളെ താനിപ്പോ ഈ വാശികരന്റെ തല്ലു തല്ലുമായിരിക്കും. പക്ഷേ അവളുടെ മനസ്സ് എന്നിൽ നിന്നും അടർത്തി മാറ്റാൻ തനിക്കും തന്റെ മോനും കഴിയില്ല. കാരണം അവൾ എന്റെ പെണ്ണാ. എന്നെ മാത്രം സ്നേഹിക്കുന്ന എന്റെ പെണ്ണ്. എടാ, എന്റെ കുടുംബത്തിന്റെ സ്വസ്ഥത നശിപ്പിക്കാനാണ് നിന്റെ ഉദ്ദേശമെന്ന് എനിക്ക് മനസ്സിലായി. നിന്റെ അച്ഛൻ മഹേന്ദ്രൻ അവൻ പറഞ്ഞു തന്ന മാർഗം ഇതായിരിക്കും. പക്ഷേ ഈ യോഗന്നാനോട് കളിക്കുമ്പോ നീയും നിന്റെ തന്തയും ഒന്ന് ചിന്തിക്കണം. കുടുംബം കത്തിച്ചു കളയോടാ ഞാൻ. നമുക്ക് കാണാം ആരൊക്കെ കത്തി ചാമ്പലാകാൻ പോകുന്നതെന്ന്. നിങ്ങൾ അപ്പനും മോനും നിങ്ങളുടെ വഴി നോക്കിക്കോ, ഞാൻ എന്റെ വഴി നോക്കിക്കോളാം. നോക്കുമ്പോ സ്വന്തം മോളെയും ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഇല്ലെങ്കിൽ അവൾ എപ്പം മാണിക്കോത്തം മരുമകളായി മാറിയെന്ന് നോക്കിയാ മതി. വെച്ചിട്ട് പോടോ അമരീഷ് പുരി. ചതിക്കാനാണ് ഉദ്ദേശമെങ്കിൽ രണ്ടിന്റെ ശവ ഒഴുകി നടക്കും, പുഴയിലോ കടലിലോ. ഇങ്ങനെ ഒരു മകൾ ഞങ്ങൾക്ക് ജനിച്ചിട്ടില്ലെന്ന് മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്യും. മനസ്സിലായോ? എടീ, മനസ്സിലായോന്ന്? എൽസമ്മേ, പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തേക്ക് നിന്റെ പുന്നാര മോളോട്.
വിഷ്ണുവേട്ടാ കയറിയിരിക്കെ, ഞാൻ ഇത് കൊണ്ടുപോയി കടയിൽ വെച്ചിട്ട് വരാം. അല്ല ശാരദാമ്മ, അമ്മ അപ്പുറത്തെ കട വരെ പോയിരിക്കുക, ഇപ്പൊ വരും. ഞാനിത് അവിടെ കൊണ്ടുപോയിക്കട്ടെ. വിഷ്ണു കേറിയിരിക്ക. ആ അല്ല വിഷ്ണുവേട്ടാ കയറിയിരിക്കെ. ആ, ഇരിക്കാം. ഞാനിവിടെ അതിഥിയൊന്നുമല്ലല്ലോ. അല്ല അവിടെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? രോഹിത്തിനാണല്ലോ ഏറ്റവും വലിയ സുഖം. എന്ത് ചോദ്യ ശ്യാമേ നീ ചോദിക്കണേ? ഒന്നിച്ചെല്ലാരും ഒരേ മനസ്സോടുകൂടി കഴിയാൻ വേണ്ടിയിട്ടല്ലേ നമ്മളവിടെ വീട്ടിൽ പൂജ്യം വഴിപാടൊക്കെ നടത്തിയിട്ട് താമസം തുടങ്ങിയേ? എന്നിട്ട് നീ മാത്രം അവിടെ നിന്ന് മാറിയിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടാക്കുന്ന രോഹിത്തിന് തന്നെയല്ലേ? രോഹിത്തിന് അടിയും ഇടിയൊക്കെ കിട്ടിയെന്നറിഞ്ഞു. വരണോന്ന് വിചാരിച്ചതുവാ. പിന്നെ ഞാനങ്ങ് മടിച്ചു. ഞാൻ പലവട്ടം പറഞ്ഞതല്ലേ വിഷ്ണുവേട്ടാ, ആ ജോലിയൊന്നും രോഹിത്തിന് പറ്റില്ലാന്ന്. ഏയ് അതൊന്നും അത്ര കാര്യാക്കാനില്ല. അത് ഈ തുടക്കത്തിലെ പരിചയക്കുറവുകൊണ്ട് സംഭവിച്ചു പോയതല്ലേ? 1-2 അടി കൊള്ളുമ്പോ ശീലായിക്കൊള്ളുന്നാണോ വിഷ്ണു പറയുന്നത്? അയ്യോ, അങ്ങനെയൊന്നും ഞാൻ ഉദ്ദേശിച്ചില്ല. ഇനിയിപ്പോ ആ ജോലി വേണ്ടെങ്കിൽ വേറെ ജോലി. എന്താന്ന് വെച്ചാ ഇനി ആ വീട്ടിലെ ബിസിനസ് ഒക്കെ നോക്കിയെടുത്തേണ്ടത് രോഹിത്തല്ലേ? വീട്ടിലെ ഇളയ മകൻ എന്ന നിലയ്ക്ക് കുടുംബം നോക്കി നടത്തിക്കൊണ്ടുകൊണ്ടും രോഹിത്തിന്റെ കടമ തന്നെയല്ലേ? ആ വിഷ്ണു എപ്പോ വന്നു? ഞാനിപ്പോ വന്നേ ഉള്ളൂ. ആ ശ്യാമേ, ചായ കൊടുത്തില്ലേ? നിങ്ങൾ ഇവിടെ 2 പെണ്ണുങ്ങളുണ്ടായിട്ട് ചായ പോലും കൊടുത്തില്ലെന്ന് പറഞ്ഞ അകത്തേക്കൊന്ന് കേറിയിരിക്കാൻ പോലും പറഞ്ഞില്ലേ? അയ്യോ, ചായ ഒന്നും വേണ്ട. എനിക്ക് പോയിട്ട് അല്പം തിരക്കുണ്ടായിരുന്നു. ഞാൻ ശ്യാമയോട് വീട്ടിലേക്ക് തിരിച്ചു വരണമെന്ന് പറയാൻ വേണ്ടി വന്നാ. എന്നിട്ട് ഇവളെന്ത് പറഞ്ഞു? അത് ചോദിച്ചില്ല. ആ ഇപ്പൊ കേട്ട് കാണുമല്ലോ. അല്ല മോനെ, രോഹിത്തിനിപ്പോ എങ്ങനെയുണ്ട്? ഏയ് അത് വലിയ പരിക്കായിട്ടൊന്നുമില്ല. ആളുകൾ വെറുതെ പറഞ്ഞുണ്ടാക്കുന്ന അതൊക്കെ. അവന് കുഴപ്പമൊന്നുമില്ല. അത് മാത്രമാണോ? കൃത്യമായിട്ട് പറയാൻ രോഹിത്തിന് ഇപ്പോഴും ഒരു ജോലി പോലും ഇല്ലല്ലോ. അപ്പൊ പിന്നെ ഇവളും കൊച്ചും അവിടെ വന്ന് നിന്ന ആരും നേരെ പറഞ്ഞില്ലെങ്കിലും എല്ലാവരുടെയും മനസ്സിൽ കാണില്ലേ ഒരു ബാധ്യതയായിട്ട് ഇവളും മോളും അവിടെ നിൽക്കുകയാണെന്ന്.